ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. കൃഷി ചെയ്യാൻ ഒട്ടും തന്നെ സമയമില്ല എന്ന് പറയുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നിത്യവഴുതനങ്ങ കൃഷി. കാര്യമായ വളപ്രയോഗത്തിൻ്റെ ആവശ്യകതയോ ജൈവ കീടനാശിനിയുടെ ഉപയോഗമോ ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് വർഷം മുഴുവൻ വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നിത്യവഴുതനങ്ങ കൃഷി. ഇതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ ഇതിൽ നിത്യവും വഴുതനങ്ങയാണ്. വഴുതനങ്ങ എന്ന പേരിലുണ്ടെങ്കിൽ ഇതൊരു വഴുതനങ്ങ ചെടിയല്ല. ഇതിൻ്റെ കായ്കളെല്ലാം തന്നെ മുല്ലപൊട്ട് പോലത്തെയാണ്. ഇതൊരു വള്ളിച്ചെടിയാണ്. നിത്യവഴുതനങ്ങ 3 വെറൈറ്റി ഉണ്ട്. അതിൽ എൻ്റെ കൈവശമുള്ളത് ഇതാണ്. ഈ നിത്യവഴുതനങ്ങ നല്ല വലിപ്പമുള്ള നിത്യവഴുതനങ്ങയാണ്. ഇതിൻ്റെ വിത്ത് വന്നിട്ട് ഉണങ്ങുമ്പോൾ നല്ല കറുത്ത കളറിലായിരിക്കും ഇരിക്കുന്നത്. ഇതുപോലെ ഒരു കായയിൽ നിന്ന് നമുക്ക് 3-4 വിത്തുകൾ എടുക്കാൻ പറ്റുന്നതാണ്. കായ്കൾ നല്ല മൂപ്പത്തി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വിത്തുകളെല്ലാം തന്നെ നല്ല കറുത്ത കളറിലായി വരുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് നടാൻ എടുക്കാവുന്നതാണ്. ഒരു കായിൽ നിന്ന് ഇതുപോലെ 4 വിത്തുകളൊക്കെ കിട്ടുന്നതാണ്. ഇത് പച്ചയാണ്. ഇത് ഉണങ്ങി വരുമ്പോൾ നല്ല കറുത്ത കളറിലാവും. നിത്യവഴുതനങ്ങയുടെ വിത്തുകൾ നമുക്ക് എല്ലാ നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ്. ഇതിൻ്റെ നടീൽ രീതിയും വളരെ എളുപ്പമാണ്. തറയിലാണ് നടുന്നതെങ്കിൽ ഒരു പരിചരണത്തിൻ്റെ ആവശ്യകതയില്ല. നമുക്ക് വിത്ത് മുളപ്പിച്ച് നടാവുന്നതാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. കൂടാതെ കുറച്ച് ചാരവും ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിൽ നിറച്ചെടുക്കാവുന്നതാണ്. ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം നമുക്ക് ഈ വിത്തിനെ മണ്ണിലേക്ക് പതുക്കെ ഇതുപോലെ നടാവുന്നതാണ്. ഒത്തിരി ആഴത്തിൽ നടണ്ട, വിത്തോളമേ പാടുള്ളൂ. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ചെടിയെല്ലാം തന്നെ മുളച്ച് വരുന്നതാണ്. ഇത് അതുപോലെ മുളച്ച് വന്നിട്ടുള്ള ഒരു ചെടിയാണിത്. ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്രോ ബാഗിലോട്ട് മാറ്റി നടാവുന്നതാണ്. ഒരു ഗ്രോ ബാഗിൽ ഒരു ചെടി നട്ടാൽ മതിയാകും. കാരണം ഇത് ഒത്തിരി നന്നായിട്ട് തന്നെ വള്ളി പടർപ്പുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് ഒരു ഗ്രോ ബാഗിൽ നമുക്ക് ഒന്ന് നട്ടാൽ മതി. വിത്തിൽ നിന്ന് ഇത് മുളച്ച് വരുമ്പോൾ തീരെ ദുർബലമായിട്ടുള്ള തണ്ടായിരിക്കും ഇതിന്. ഇതൊരു പൈപ്പ് പോലെയായിരിക്കും ഇതിൻ്റെ തണ്ട് ഇരിക്കുന്നത്. അപ്പോൾ വേഗത്തിലൊരു കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈർക്കിലോ കുഞ്ഞി കമ്പോ എന്തെങ്കിലും വെച്ചിട്ടൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടെല്ലാം തന്നെ നല്ലോണം മുറ്റി നല്ല കമ്പ് പോലെ ആയി വരുന്നതാണ്. കുറച്ച് വളർന്നു വരുമ്പോൾ ഇതിൽ നിന്ന് വള്ളിയെല്ലാം തന്നെ വീശുന്നതാണ്. അപ്പോൾ നമുക്കൊരു കമ്പ് വെച്ച് കൊടുക്കുക, അതിന് പടർന്ന് കയറാനായിട്ട്. കൂടാതെ ചെടിക്ക് ഒരു പന്തലും കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇത് നിറച്ച് വള്ളികളുള്ള ഒരു ചെടിയാണ്. വളരെ വേഗത്തിൽ തന്നെ വിളവ് തരുന്ന ഒന്നും കൂടിയാണിത്. തീരെ ദുർബലമായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഇതിനെ പടർത്തി വിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധയോട് കൂടി ഒന്ന് ചെയ്യേണ്ടതുണ്ട്. നിത്യവഴുതനങ്ങ ചെടിയുടെ കമ്പ് മുറ്റി വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് ധാരാളം ചെറിയ ചെറിയ മുള്ളുകൾ പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതെല്ലാം തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുകളാണ്. ഇതിൽ 2 തരത്തിലുള്ള പൂക്കളാണുള്ളത്, ആൺപൂവും പെൺപൂവും. വയലറ്റ് കളറിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിനുള്ളത്. 5 മണിക്ക് ശേഷം മാത്രമേ ഇത് വിരിയത്തുള്ളൂ. ഇത് പെൺപൂവാണ്, കായോട് കൂടിയാണ് വരുന്നത്. ഇത് വളർന്ന് കായായി മാറുന്നതാണ്. ഇതിനെ ഒരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് ചട്ടികളിൽ വെച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പടർത്തി വിടാവുന്നതാണ്. കാരണം വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. പുലരും വരെ ഇത് നല്ല വിടർന്ന് നിൽക്കും. ഇതാണ് വളർന്ന നിത്യവഴുതനങ്ങയുടെ കായ. ഇത് മുഴുവനായിട്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ എടുക്കാവുന്നതാണ്. എപ്പോഴും നല്ല പിഞ്ചായിരിക്കുമ്പോൾ വേണം ഇതിനെ നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. മുറ്റിക്കഴിയുമ്പോൾ ഇതിൻ്റെ വിത്തുള്ള ഭാഗം വന്നിട്ട് കട്ടിയായിട്ടൊരു പ്ലാസ്റ്റിക് പോലെ ആയി മാറുന്നതാണ്. പിഞ്ചിലെ പറിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ ഇതിനെ അരിഞ്ഞിട്ട് കറി വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് മുറ്റുന്നതിനനുസരിച്ച് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. പറിച്ചെടുത്ത് നമുക്ക് പാത്രങ്ങളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ. നിത്യവഴുതനങ്ങയുടെ കായ നമ്മൾ എപ്പോഴും പിഞ്ചായിരിക്കുമ്പോൾ മാത്രം പറിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കായ കറുത്ത കളറിലായി കഴിഞ്ഞാൽ നമ്മളതിനെ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും നല്ല പച്ചയായിരിക്കുമ്പോൾ തന്നെ പറിച്ചെടുക്കണം. ഇതിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിത്യവഴുതനങ്ങ നമുക്ക് ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഒരു വെള്ള കളറിലെ കറ ഇതിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ള കളറിലെ കറയാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു കൊലയിൽ 3-4 കായ്കളൊക്കെ ഉണ്ടായി പിടിക്കാറുണ്ട്. ഇല്ലെങ്കിൽ മുത്ത് കോർത്തതുപോലെ നമുക്കിതിൽ നിന്ന് കായകൾ പിടിക്കുന്നതാണ്. മുല്ലമൊട്ട് പോലെയാണ് ഇതിൻ്റെ കായ കാണുന്നത്. വളരെയധികം ഫൈബർ കണ്ടൻ്റുള്ള ഒരു പച്ചക്കറി വിളയാണിത്. കൂടാതെ പ്രമേഹ രോഗികളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നോർമലായി നിലനിർത്താൻ ഇത് ദിവസേന കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുമാത്രമല്ല, രക്തത്തിൽ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ടും ഇത് സഹായിക്കുന്നതാണ്. അങ്ങനെ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത്. ഈ ചെടിയെ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ നമുക്ക് യാതൊരുവിധ വളപ്രയോഗത്തിൻ്റെ ആവശ്യകതയില്ല. ഇനി ഗ്രോ ബാഗിലാണ് നട്ടതെങ്കിൽ നമുക്ക് വല്ലപ്പോഴുമൊക്കെ മറ്റ് ചെടികൾക്ക് ചെയ്യും പോലെ വളപ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്.
ഇനി നമ്മൾ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ പോലും ആദ്യമേ ചെയ്ത വളപ്രയോഗത്തിൽ നിന്ന് നമുക്ക് ധാരാളം തന്നെ വിളവ് ലഭിക്കുന്നതാണ്. കാര്യമായ ഒരു കീടശല്യവും ഇതിനില്ല. ഇനി കീടശല്യം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇതിൽ തളിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. നിത്യവൈദ്യനിക ഉപയോഗിച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ മെഴുക്ക് പുരട്ടി നമുക്കിതിൻ്റെ തീയിലിടാം. അങ്ങനെ പല പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിത്യവൈദ്യനിക കൃഷി വളരെ എളുപ്പമുള്ളതാണ്. പച്ചക്കറികളുടെ വില ക്രമാതീതമായി ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു 2-3 ചെടി ഉണ്ടെങ്കിൽ ദിവസവും ഒരു തോരത്തിനുള്ള പച്ചക്കറി നമുക്കിതിൽ നിന്ന് പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്